പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ജരി എന്ന കൃതിയിലെ 3-ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നം, ഇതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും. കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരിസുകൃതി. ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നം, ഇതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും. കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരിസുകൃതി. മുന്നം, ആദിയിൽ. ഉണ്ടായി മാറും അറിവുണ്ടായി, ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന അഥവാ ആവിർഭാവ തിരോഭാവ സ്വഭാവത്തോടുകൂടിയ ജ്ഞാനപ്രകാശം വെളിപ്പെട്ടു വന്നു. ഇതു കണ്ട് ആടും അംഗം അകവും കൊണ്ട്, ഈ ഉണ്ടായി മറയൽ കണ്ട് ചാഞ്ചാടുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട്, ആയിരം തരമിരുണ്ട്, നാനാപ്രകാരത്തിൽ ജ്ഞാനം മറഞ്ഞ്, ആശയം പ്രതി ചുരുണ്ട്, ഓരോ ആശയത്തിൻ്റെ പേരിൽ ചുരുങ്ങി, ആ മഹസിൽ മറയും, ആ ജ്ഞാന തേജസ്സിൽ മറഞ്ഞു പോകും. കണ്ടാലും ഈ നിലയിൽ ഇപ്രകാരം കാര്യങ്ങൾ കണ്ടറിഞ്ഞാലും ഉണ്ടാകയില്ല അറിവ്, യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുകയില്ല. അഖണ്ഡാനുഭൂതിയിൽ എഴും തണ്ടാരിൽ വീണ്, അഖണ്ഡാനുഭൂതിയിൽ നിന്നും പൊന്തി വരുന്ന താമരയിൽ വന്നിരുന്ന് മധു ഉണ്ട് തേൻ കുടിച്ച് ആരമിക്കും ഒരു വണ്ടാണ് സൂരിസുകൃതി. ആനന്ദിക്കുന്ന വണ്ടാണ് സുകൃതിയായ ജ്ഞാനി. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. അമ്മേ, ഒന്നായ മാമതിയിൽ നിന്നും ഉണ്ടായി വരികയും അതിൽ തന്നെ വിലയിക്കുകയും ചെയ്യുന്ന പ്രതീതികൾ മാത്രമാണ് സർവ ലോകാനുഭവങ്ങളും. ഇതു കണ്ടു ഭ്രമിക്കുന്ന ഇന്ദ്രിയങ്ങളും അന്ധക്കരണ ചതുഷ്ടയവും അനേക പ്രകാരത്തിൽ അജ്ഞാനത്തിനടിപ്പെട്ട് ആശയം പ്രതി സങ്കോചിച്ച് അവസാനം ആ മായയിൽ തന്നെ അമരുന്നു. ഈ സ്ഥിതിയിൽ എത്തിച്ചേർന്നാലും യഥാർത്ഥജ്ഞാനം വെളിപ്പെട്ട് കിട്ടുന്നതല്ല. അഖണ്ഡാനുഭൂതിയാകുന്ന താമരപ്പൊയ്കയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലെ തേൻ നുകർന്ന് ആനന്ദരസം അനുഭവിക്കുന്ന വണ്ടുകളോട് സുകൃതികളായ ആത്മജ്ഞാനികളെ ഉപമിക്കാവുന്നതാണ്. അതീവ ശ്രദ്ധയോടുകൂടി വ്യാഖ്യാനിച്ചറിയേണ്ട ഒരു ശ്ലോകമാണിത്. അറിവ് ഏകവും അഖണ്ഡവും നിത്യ നൂതനവുമാണെന്നാണല്ലോ അദ്വൈതം സിദ്ധാന്തിക്കുന്നത്. ഗുരു കറതീർന്ന ഒരു അദ്വൈതിയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം സൂക്ഷ്മ വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്.
അറിവിൻ്റെ സാക്ഷാത്കാര ഘട്ടങ്ങളിൽ പടിപടിയായ മുന്നേറ്റം അനിവാര്യമാണ്. ഔപചാരിക വിദ്യാഭ്യാസം മനുഷ്യനെ പൂർണ്ണ ജ്ഞാനിയാക്കി തീർക്കാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൂടെ സ്വതന്ത്രമാകുന്ന ജ്ഞാനജിജ്ഞാസുക്കളുടെ ബുദ്ധിയിൽ ജ്ഞാനസ്വരൂപത്തിന് മിന്നിമറയലുകൾ അഥവാ മാറി മാറി വരുന്ന ഉദയാസ്തമന പ്രതീതികളുടെ പ്രവാഹം അനുഭവപ്പെടുക സ്വാഭാവികം മാത്രമാണ്. ജ്ഞാനസാക്ഷാത്കാര സാധനയുടെ ആരംഭദശയിൽ അപൂർണമായി ഗ്രഹിച്ച പലതും പിന്നീട് പൂർണ്ണതയോടുകൂടി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ തെറ്റിയറിഞ്ഞതും അപൂർണങ്ങളായി അറിഞ്ഞതുമായവയെല്ലാം തിരസ്കാര വിധേയമായി ഭവിക്കുക തന്നെ ചെയ്യും. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ജ്ഞാനസാക്ഷാത്കാര സാധനയുടെ ആദ്യഘട്ടങ്ങളിൽ ശരിയെന്നു ധരിച്ച പലതും പിന്നീട് തെറ്റായി സ്ഥിരീകരിക്കപ്പെടും എന്ന് തന്നെയാണ്. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നാൽ മനസ്സിൻ്റെ ജ്ഞാനഗ്രാഹ്യ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ നിലയിൽ വർത്തിക്കുന്ന ജ്ഞാനിയുടെ മനസ്സ് അറിവിൽ വിലയം പ്രാപിക്കുന്നില്ല. എപ്രകാരമാണോ താമരപ്പൂവിനുള്ളിൽ തേൻ കുടിച്ച് ആനന്ദലഹരിയിൽ ആമഗ്നനായിരിക്കുന്ന വണ്ട് മൂളാൻ പോലും മറന്ന് മതിമറന്നിരിക്കുന്നത്, അപ്രകാരം ജ്ഞാനാമൃതാബ്ധിയിൽ ആണ്ടുപൂണ്ട് ജ്ഞാനാനന്ദാനുഭൂതിയുടെ നിറവിൽ സ്വയം നിമഞ്ജനം ചെയ്യപ്പെട്ടവരാണ് സുകൃതികളായ സൂരികൾ അഥവാ പരമജ്ഞന്മാരായ ജ്ഞാനയോഗികൾ. ബ്രഹ്മസാക്ഷാത്കാര സാധനയിൽ ഏർപ്പെടുന്ന ജ്ഞാനയോഗിയുടെ പടിപടിയായ മുന്നേറ്റത്തിൻ്റെ വാങ്മയ ചിത്രമാണ് ഈ ശ്ലോകത്തിൽ ഗുരു വരഞ്ഞിട്ടിരിക്കുന്നത്. ശുദ്ധജ്ഞാന സാക്ഷാത്കാരം നേടിയെടുക്കാനായി സമർപ്പിത ബുദ്ധിയോടുകൂടിയുള്ള സ്വയം താപന യജ്ഞം കൂടിയേ തീരൂ എന്നാണ് ഇവിടെ അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കുന്നത്. അഖണ്ഡാനുഭൂതിയിൽ മനനബുദ്ധി ചെന്നെത്തുകയും താമരയല്ലിക്കുടത്തിനുള്ളിൽ തേനിൻ്റെ അടിപ്പെട്ട് മൂളാൻ പോലും മറന്നിരിക്കുന്ന വണ്ടിൻ്റെ അവസ്ഥയിൽ ജ്ഞാനാനന്ദലഹരി നുകരുന്ന ആ ഒരു ആനുഭൂതിക നിലയിൽ പരമജ്ഞാനി ചെന്നെത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ജ്ഞാനയോഗ സാധനയിലൂടെ സംസിദ്ധമായി തീരുന്ന സമാധി പദപ്രാപ്തിയായി മനസ്സിലാക്കേണ്ടതാണ്. ആ ആനുഭൂതിക നിലയിൽ ഒരാളെ കൊണ്ടെത്തിക്കാൻ ആരാലും സാധ്യമല്ല. ജ്ഞാനസാക്ഷാത്കാരം സ്വയമേവ സമാർജിച്ചെടുക്കേണ്ടതാണെന്ന് സാരം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.